ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഒരു MLA, അതും ഒരു മിനിസ്റ്റർ ആണെങ്കിൽ പറയേ വേണ്ട. അതുകൊണ്ട് നമുക്ക് ഒരു ഭയപ്പാടും വേണ്ട. ഇത് നടന്നിരിക്കും. സ്കൂൾ പണി പൂർത്തീകരിക്കും. നമ്മുടെ പദ്ധതിയുടെ കാലാവധി 2 വർഷമാണ്. ഈ 2 വർഷം കൊണ്ട് നമ്മളത് പൂർത്തീകരിക്കും. മിനിസ്റ്റർ അല്ലെങ്കിൽ ശ്രീ P. രാജീവ് നമുക്കതിനുള്ള സഹായങ്ങൾ പല രീതിയിലും ചെയ്യും. ഞങ്ങളൊരു ദിവസം തിരുവനന്തപുരം ചെന്ന് കഴിഞ്ഞപ്പോൾ ചെല്ലുന്നതിന് മുമ്പേ തന്നെ എൻ്റെ പേപ്പറുകളൊക്കെ റെഡിയാക്കി അവിടെ ഫയലിൽ വെച്ചിരിക്കുക. ചെന്ന സമയം ആ ഫയൽ എടുത്ത് തരികയായിരുന്നു. അപ്പം അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. 2005 മുതൽ 2025 വരെയുള്ള ചരിത്രമാണ് സംക്ഷിപ്തമായി സ്വാഗത പ്രാസംഗികനോട് അവതരിപ്പിച്ചത്. അതിലെല്ലാം ഉണ്ട്. എഴുത്ത് പള്ളിക്കൂടമായി തുടങ്ങി എങ്ങനെ സ്കൂളായി മാറി, എങ്ങനെ ഹൈസ്കൂളിലേക്ക് വന്നു, അത് ഇവിടെ ചരിത്രം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് പുതിയ ഒരു ചരിത്രത്തിൻ്റെ തുടക്കമാണ്. കുറേ കൂടി സൗകര്യമുള്ള പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരു കെട്ടിടം കൂടി വരാൻ പോവുകയാണ്. ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോൾ ജോഷിച്ചൻ പറഞ്ഞൊന്ന് കാണേണ്ട കാര്യമുണ്ട്. അങ്ങനെയാണ് പള്ളി പോയി ഞങ്ങളവിടെ ചായ കുടിച്ചിരിക്കുമ്പോഴാണ് സാറ്, പിന്നെ ഞാൻ പഠിക്കുന്ന കാലം മുതൽ അവളുടെ അടുപ്പുള്ള ആളാണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കിവിടെ തുടങ്ങണമെങ്കിൽ ഈ കടമ്പ കിടക്കണം. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ സന്ദർഭത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒരു പൗരന്മാരാക്കി എടുക്കാനുള്ള വിദ്യാഭ്യാസമായിരുന്നു. വെറുതെ കണക്കും ശാസ്ത്രവും ഹിസ്റ്ററിയും മാത്രമല്ല പഠിപ്പിച്ചിരുന്നത്. അവരെപ്പോഴും ക്ലാസ് പഠിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഞങ്ങളെ എല്ലാവരും കൂട്ടിയിരുന്നത് പോലെ ഒരു ചുറ്റും വട്ടത്തിലിരുന്ന് സംസാരിച്ച് പലതിനെ പറ്റിയും പറയും. എങ്ങനെ ജീവിക്കണം, എന്താണ് നല്ല കാര്യം, അന്ന് തൊട്ട് പരിസ്ഥിതിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ ചുറ്റുകളാണെന്നില്ല, ക്രിസ്തു സ്കൂളായതുകൊണ്ട് അന്നത്തെ അച്ഛനും അതിൽ സഹായിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർത്താണ്. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും അല്ലാത്തതും മണ്ണും കല്ലും പുഴയും വെള്ളവും എല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് മനുഷ്യന് കൊടുത്തതാണ്.